വരെയുള്ള പന്നിയുടെ ആക്രമണം മൂലം പൊറുതിമുട്ടി കർഷകൻ. കൊല്ലാടയിലുള്ള സുലൈമാൻ എന്ന കർഷകന്റെ 200-ലധികം വാഴയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പന്നിയുടെ ആക്രമണം മൂലം നശിച്ചത്. ചെറുപുഴ കൃഷിഭവന്റെ കീഴിലുള്ള ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺ കൂടിയായ സുലൈമാൻ പഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര കർഷകനാണ്. 300 വാഴകളാണ് ആകെ കൃഷി ചെയ്തത്. ഫേസ്ബുക്ക്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിലെ പല മാർഗങ്ങളും പന്നിയെ പ്രതിരോധിക്കുവാൻ സ്ഥാപിച്ചുവെങ്കിലും എല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. ചേന കൃഷി നടത്തിയിട്ട് പന്നി നശിപ്പിച്ചപ്പോൾ ഡ്രമ്മിലെടുത്തു വെച്ച ഒരു ചേന മാത്രമാണ് ബാക്കിയായത്. കുഴിയെടുത്ത് പന്നിയെ പിടിക്കാനുള്ള മാർഗങ്ങൾ നോക്കിയിട്ടും യാതൊരു ഫലവും ലഭിച്ചില്ലെന്ന് സുലൈമാൻ അഭിപ്രായപ്പെടുന്നു. അസിസ്റ്റന്റ് അഗ്രികൾച്ചർ കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഇപ്പൊ നമ്മളെ ഗ്രാമപഞ്ചായത്തിലുടനീളം ഇപ്പൊ പന്നിയുടെ ആക്രമണം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഉള്ളത്. നമ്മുടെ പഞ്ചായത്ത് എന്ന് മാത്രമല്ല, മലയോര മേഖലയിലെ പഞ്ചായത്തുകളിൽ ഭയങ്കരമായി പന്നിയുടെ ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പൊ സമീപകാലത്തായി നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കൊല്ലാടിയിലെ സുലൈമാൻ എന്ന് പറഞ്ഞ കർഷകന്റെ കൃഷിത്തോട്ടത്തിൽ അയാളെന്ത് ഘട്ടം ഘട്ടമായിട്ട് ഏകദേശം 10-200ഓളം വാഴകൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 300 വാഴയാണ് അദ്ദേഹം മൊത്തം വെച്ചത്. അതിൽ 200 വാഴയും പന്നി നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് കൃഷി വകുപ്പും അതുപോലെ തന്നെ മറ്റ് പല ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് പന്നിയെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ആദ്യം അയാൾ പന്നിക്കുഴി കുഴിച്ചിട്ട് അത് ഒരു 5,000-8,000 രൂപ അതിന് ചെലവഴി എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ തന്നെ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളുണ്ട്. പക്ഷെ പന്നി എന്ന് പറയുന്ന മൃഗം ഏത് പ്രതിരോധ മാർഗവുമായും ക്രമേണ അത് പൊരുത്തപ്പെട്ടു പോകും എന്നുള്ളതാണ്. അദ്ദേഹം നമ്മൾ ഭാഗത്ത് നിന്ന് തമിഴ്നാട് യൂണിവേഴ്സിറ്റി ഇറക്കിയ ഒരു ഹെർബോലീവ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ്, അത് നമ്മുടെ ബോർഡറിൽ ഈ ചണച്ചാക്കിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ പന്നി വരുന്നില്ല എന്നുള്ളത് ഞാൻ തന്നെ മുമ്പ് ജോലി ചെയ്ത കൃഷിഭവനിൽ നെൽകൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരീക്ഷിച്ച് വിജയിച്ചതാണ്. പക്ഷെ ചില ഘട്ടങ്ങളിൽ അത് വിജയിക്കുന്നില്ല. അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ലൈറ്റുകൾ പ്രദർശിപ്പിക്കൽ, ശബ്ദം പുറപ്പെടുവിക്കൽ, ഇതെല്ലാം ഈ കർഷകൻ ഇതിനു വേണ്ടി പൈസ ചെലവഴിച്ചിട്ട് ഈ മാർഗങ്ങളെല്ലാം നോക്കിയതാണ്. ഈ പറഞ്ഞ പോലെ 1 മാസത്തോളം പന്നി അകന്നു നിൽക്കും. പക്ഷെ പിന്നീട് പന്നി പൊരുത്തപ്പെട്ടു പോകും. പന്നി എന്ന് പറയുന്ന ജീവിയുടെ ഒരു പ്രത്യേകതയായിട്ടാണ് ഈ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇപ്പം നമ്മൾ കൃഷിഭവനും അതുപോലെ തന്നെ പഞ്ചായത്തും നിയമവിധേയമായി ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പം എംപാനൽ ഷൂട്ടർമാരെ വെക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമ്മതത്തോടുകൂടി എംപാനൽ ഷൂട്ടർമാരെ വെച്ച് അത് വനം വകുപ്പിന്റെ തന്നെ സഹകരണത്തോടു കൂടിയിട്ട് പന്നിയെ വെടിവെക്കുന്നുണ്ട്. പക്ഷെ പന്നി ക്രമാതീതമായി പെരുകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പരിധിയുണ്ട്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പം പല മേഖലകളിലും പന്നിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കാണുന്നത് 1-2-3 കർഷകർ അവർ സ്വയം തന്നെ പൈസ എടുത്തുകൊണ്ട് ഈ സോളാർ വേലികളാണ്, സോളാർ കമ്പി വേലികൾ സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പന്നിയെ പ്രതിരോധിക്കും. ഇപ്പൊ കവുങ്ങ് കർഷകരെല്ലാം ഒരു 3 വർഷം വരെ പന്നിയിൽ നിന്ന് സംരക്ഷണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് വളർന്നു കഴിഞ്ഞാൽ പന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ സോളാർ കമ്പി വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോളാർ ഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു 5 ഏക്കറിൽ 1 ലക്ഷം രൂപയോളം ചെലവ് വരുന്നതാണ്. അപ്പൊ നമ്മുടെ കൃഷി ഓഫീസർ ഉൾപ്പെട്ട ഒരു മീറ്റിംഗ് നടന്ന അതിൽ ബ്ലോക്ക് തലത്തിലുള്ള സമിതി ഈ സോളാർ ഫെൻസിങ്ങിനും അതുപോലെ തന്നെ മറ്റ് പല വിധത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഈ പ്രതിരോധ മാർഗങ്ങൾക്കെല്ലാം കർഷകർക്ക് സബ്സിഡി നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ട്. കൃഷി വകുപ്പ് വഴി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ സാമ്പത്തിക സ്രോതസ്സും മറ്റും ലഭ്യമാകുന്നവർക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കർഷകരെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നിയമവിധേയമായ മാർഗങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ കൃഷി വകുപ്പെല്ലാം ഇതിനെതിരെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പന്നിയുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പൂർണ്ണമായി ആകുന്നില്ല. അപ്പോൾ സാധിക്കാവുന്ന മാർഗങ്ങൾ ഇനിയും നമ്മൾ തേടേണ്ടിയിരിക്കുന്നു. അതിന് സർക്കാരിൽ നിന്ന് അതിന്റെ സബ്സിഡി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രിൽ സോൺ ഫാമിലി റെസ്റ്റോറന്റ്, തിയേറ്റർ റോഡ്, ചെറുപുഴ. ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ, കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളുടെ ഇഷ്ടഭോജനശാല. നാടൻ വിഭവങ്ങൾ കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ, കുട്ടികളുടെ മനം കവരുന്ന ഐസ്ക്രീം, ജ്യൂസ് ഐറ്റംസുകൾ, ഷവർമ, അൽഫാം, അപ്പം പൊള്ളിച്ചത്, മന്തി, ചൈനീസ് ഫുഡ്, സീ ഫുഡ് മുതലായവയും ലഭ്യമാണ്.
കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, AC, നോൺ AC സൗകര്യങ്ങളും. ഗ്രിൽ സോൺ ഫാമിലി റെസ്റ്റോറൻറ്റ്, തിയേറ്റർ റോഡ്, ചെറുപുഴ. ഫോൺ 8079496284. അതർ നമ്പർ 9746721269.